അതായത് അത്രയും ജനങ്ങളെ നമുക്ക് സംഭവിച്ച പോലെ തന്നെയാണല്ലോ സംഭവിച്ചത്. നമുക്ക് പറ്റിയ പോലെ തന്നെയാണ് നമ്മളെ കൂട്ടുകാരനും പറ്റിയത്. അതിന് പിന്നെ അച്ഛനമ്മയൊക്കെ ഉണ്ടാവും. അച്ഛനില്ല അവന്, അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. കൂടെ സഹോദരി ഏട്ടനുണ്ട്. വണ്ടി വരുന്ന ആ പാലളക്കാൻ വന്നൊരു ചെക്കനെയാണ് ആന കുത്തിക്കുന്നത്. പാലെടുക്കാൻ വന്നത് ഏത് എത്ര മണിക്ക്? ഒരു 6-6:30 കാണും. പുല്ലരിയാൻ പോയ ചെക്കനൊക്കെ കടുവ പിടിക്കാൻ അവന്റെ വീട് തൊട്ടപ്പുറത്താണ്. അങ്ങനെ ഗവർണറും പിന്നെ രാഹുൽ ഗാന്ധിയും ഒരുപാട് ആൾക്കാർ വന്ന. ഹായ് ഗൈസ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പോകുന്നുള്ളത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ പനമരത്തേക്ക് പോകുന്ന റൂട്ട്, അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പനമരത്തേക്ക് പോകുന്ന റൂട്ടിൽ ഒരു CC ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിവിടെ പോകുന്നത് ഇവിടെ ഈ CC ജംഗ്ഷനിൽ ഒരു റോഡ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വാഗേരി എന്ന് പറയും. ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കുറേ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡെഡ് എൻഡാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ 1-2 ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ ഒന്നിങ്ങനെ വെറുതെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ CC ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. പേരിനൊരു ചരിത്രമുണ്ട്. കാരണം കോഴിക്കോടുണ്ടായിരുന്ന വലിയൊരു ട്രാൻസ്പോർട്ട് കമ്പനിയായിരുന്നു CC എന്ന് പറയുന്നത്. അതായത് CWMS ബസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കമ്പനി, അവരൊക്കെ ഒരു കമ്പനി ആയിരുന്നു. അവരുടെ ഒരു എസ്റ്റേറ്റ് ആയിരുന്നു ഈ CC എന്ന് പറയുന്നത്. ഇവിടെ കാപ്പിയും അതുപോലെ തന്നെ റബ്ബറൊക്കെ ഉണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റ് പിന്നീട് അവർ വിറ്റ് ഇവിടെ ജനം താമസം തുടങ്ങിയതിന് ശേഷം ഇവിടെ CC എന്നുള്ള ഒരു പേര് മാത്രമേ ഈ സ്ഥലത്തിന് അവശേഷിച്ചത്. ഇപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്നത് CC ജംഗ്ഷൻ എന്നാണ്, കാരണം അവരുടെ പേരിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് കടന്നിട്ട് വാഗേരി റൂട്ടിന് പോയിട്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാം. CC എന്ന് 2.5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് വാഗേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. വരുന്ന വഴിക്ക് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. റോഡിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്കുള്ള ഷോട്ടുകളൊന്നും കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ ഗോപ്രോ ഒന്നുമില്ല, നമ്മളിങ്ങനെ പോയി ഇറങ്ങിയിട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാഗേരി വഴി നമ്മളങ്ങനെ പോകും. നമുക്ക് വാഗേരി ടൗൺ ഒന്ന് കാണാം ചെറുതായിട്ട്. ഇതാണ് ഗൈസ് വാഗേരി, ചെറിയൊരു അങ്ങാടി, ചെറിയ ടൗണ്. അതിൻ്റെ ചെറിയ നടുത്ത ജംഗ്ഷനാണത്. 3 റോഡ് തിരിഞ്ഞ് പോകുന്ന സ്ഥലം, കുറേ കടകളും ബസ് വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് വാഗേരി. നമ്മൾ വാഗേരിയിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. നമ്മളിനി പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ റോഡ് വാഗേരിയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലെയുള്ളത് ഈ ഇതിലൂടെ റോഡ് പോകുന്നുണ്ട്. ഈ റോട്ടിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് അവസാനം എൻഡിൽ ചെല്ലും. അവിടെ കൂടല്ലൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ മുമ്പ് ഒരിക്കൽ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നും വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ബസ് പോകുന്നിടത്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഒന്നിങ്ങനെ വണ്ടി എടുത്തൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഒരു വൈബാണ്. ഈ ഭാഗത്തേക്കാണ്. അവിടെ മുകളിൽ ചെറിയ കുടിലൊക്കെ ഉണ്ട്. ട്രൈബൽ അവരുടെ ആയിരിക്കാനാണ് സാധ്യത. അവിടെ കാണുന്നുണ്ട്. അവിടെ 2-3 ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ. പിന്നെ ഈ ഭാഗത്തേക്ക് അങ്ങനെ ഇല്ല. ഈ ഭാഗത്തേക്ക് കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ഏരിയ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്തൊക്കെ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. എന്തോ ഒരു ചെറിയ തൊഴിൽശാല എന്തോ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെ മെഷീൻ വർക്കാണ്, ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ റോട്ടിലൂടെയാണ് നമ്മൾ കുറച്ച് ദൂരം കുറച്ച് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് മുമ്പൊരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് ആ ഒരു കൂടല്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു വില്ലേജ് പോയി കാണാം. ഓക്കെ, എന്നാൽ പുറപ്പെടാം. ഗൈസ്, ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ അവസാനത്തെ ആ ഒരു വില്ലേജ് കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇത് ഇവിടം വെച്ച് ഈ സ്ഥലം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നമുക്ക് പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെ ഇവിടെ എത്ര വീടുകളുണ്ട് കേട്ടോ? 10 വീടുണ്ട്. ഓക്കെ, ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ വേറെ ആരും ഇവിടെ ഇല്ല കേട്ടോ. ഇതാണ് ഇപ്പോൾ കൂടല്ലൂർ എന്ന് പറഞ്ഞ ആ ഒരു അവസാനത്തെ ആ ഗ്രാമത്തിൻ്റെ ഒരു ജംഗ്ഷൻ, മെയിൻ ജംഗ്ഷൻ. ഒരു ബസ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരും. ആ ബസ് ഇവിടെ വന്ന് മടങ്ങിപ്പോൾ ഒരു ദിവസം 2 നേരം ഇല്ല 7 ട്രിപ്പോളം ഉണ്ട്. 7 ട്രിപ്പോളം ഉണ്ട്. ആ ബസ് മടങ്ങി ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഗ്രാമമായിട്ട് കാണാനുള്ള ഒരു ഒന്നുമില്ല. വീടുകളുണ്ട് ഒരുപാട്, പിന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു കൂടല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഗൂഡല്ലൂർ അല്ല, ഇത് കൂടല്ലൂരാണെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഉണ്ണി. ഇവിടെ തന്നെ ബത്തേരി, പിന്നെ വെസ്റ്റിലും ഈസ്റ്റിലും ആയിട്ട് KSEBിന്റെ വർക്കുമായിട്ട് അങ്ങനെ പോകുന്നു. ശരി. ഒരുപാട് വന്യമൃഗങ്ങൾ അതുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കായിരുന്നു. ഇവിടുന്നാണ് എത്രയോ പേരെ ആന കുത്തി കൊല്ലുകയും കടുവ പിടിക്കുകയും പുല്ലരിയാൻ പോയ ചെക്കനൊക്കെ കടുവ പിടിക്കാൻ അവന്റെ വീട് തൊട്ടപ്പുറത്താണ്. അങ്ങനെ ഗവർണറും പിന്നെ
രാഹുൽ ഗാന്ധിയും വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് ആൾക്കാർ വന്ന പ്രമുഖന്മാർ വന്ന സ്ഥലമാണ്. ഈ റോഡ് എങ്ങോട്ടാ പോകുന്നത്? ഈ വണ്ടി പോകുന്ന റോഡ് ഇത് നേരെ പോയിട്ട് നമ്മളെ ഹൈവേയിൽ തന്നെ കയറുന്ന റോഡാണ്. ഏത് സ്ഥലത്ത് കയറും? മറ്റേ താഴങ്ങാടി എന്ന് പറയുന്ന വാഗേരിക്ക് ഇപ്പുറത്ത് കുറച്ച് താഴേറ്റ് അവിടെ തന്നെ ചെന്ന് കയറും. വന്ന റൂട്ട് തന്നെയല്ലേ അത്? ആ റൂട്ടിൽ തന്നെ ഇതും പോയി കയറും. അപ്പൊ ഇങ്ങനെയും പോവാല്ലേ? ഇങ്ങനെയും പോവാം. ഇത് ടാറിങ് ഉണ്ടെന്ന് തോന്നുന്നു ഈ റോഡ്. ടാറിങ് ഇത് ഇവിടെ നിന്ന് കുറച്ച് താഴെ വരെ ടാറിങ് ഉള്ളു. അത് കഴിഞ്ഞപ്പോ ഇന്റർലോക്ക് അതങ്ങളി പറഞ്ഞ് കിടക്കാം. ഇവിടെ മിൽക്ക് സൊസൈറ്റിന്റെ വണ്ടിയൊക്കെ വരും തോന്നുന്നല്ലേ? മിൽക്ക് സൊസൈറ്റിന്റെ വണ്ടി വരുന്ന ആ പാലടക്കം വന്നൊരു ചെക്കനെയാണ് ആന കുത്തിക്കുന്നത്. പാലടക്കാൻ വന്നത് ഏത് എത്ര മണിക്ക്? ഒരു 6-6:30 കാണും രാവിലെ. ഇവിടെ ആന വരും. ഇവിടെ വരുന്നതാണ്. ഇതെന്താ കട? ഇത് നമ്മള് നാട്ടുപുറത്തുള്ള ഒരു ചെറിയൊരു കട. അത് രാവിലെ പാലടക്കം വരുമ്പോ തുറന്നു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോ അടയ്ക്കും. പിന്നെ വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോ ക്യാരം ബോർഡൊക്കെ ഉണ്ട്. അത് നമ്മള് ചെക്കന്മാര് നേരം പോക്കിന് വേണ്ടിട്ട്. വീടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇതിന്റെ ഉള്ളിലൂടെ കഴിക്കാറല്ലേ? അത് ഇത് ഒരുപാട് സ്ഥലമുണ്ട്. അതെല്ലാം ഫോറസ്റ്റ് ആണ്. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അങ്ങനെ അപ്പുറത്തേക്ക് കർണാടക അതിർത്തി ആയിരിക്കും അല്ലേ? ഇല്ലല്ല, ഇത് നേരെ പുൽപ്പള്ളി. പുൽപ്പള്ളി ആ ഭാഗം. ചെതലയം പുൽപ്പള്ളി ആ ഭാഗത്തേക്ക്. അങ്ങനെ അങ്ങോട്ട് പോകാൻ റോഡുണ്ടോ? റോഡില്ല. ഇത് ഇതുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണത്. അപ്പൊ പോണെങ്കിൽ നടന്നു പോണെങ്കിൽ ബത്തേരി പോയിട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അത് ഇതുവഴി കണക്ട് ആണ്? റോഡൊന്നുമില്ല. ഓക്കെ. 100 കുടുംബത്തിൽ കൂടുതലുണ്ട് ഇവിടെ താമസം? ഉണ്ടല്ലേ? പക്ഷെ ബസ് ഒരു സൗകര്യമാണ്. ബസ് ഇവിടം വരെ വരെ ഉള്ളൂ. ഓക്കെ. വേറെ സ്കൂള് അങ്ങനെ? സ്കൂള് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ കൂടി പോകണം. അതെ. സ്ഥലത്തിന്റെ പേര് വാഗേരി. പിന്നെ മൂടക്കൊരു LP സ്കൂളുണ്ട് 4ാം ക്ലാസ് വരെയുള്ള. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ. ഇവിടെ കുറച്ച് കട ഉണ്ടല്ലോ, ഷട്ടറൊക്കെ കാണുന്നത്. അതില് മൊത്തം പ്രവർത്തനമല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ? അതെന്ത് കടയാ? അത് പലചരക്കട തന്നെ. പലചരക്കട തന്നെ അല്ലേ? അത് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലേ? അതെ, നമ്മളെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ്റെയാണ്. പക്ഷെ രാവിലെയും വൈകുന്നേരം മാത്രമേ അത്രേ ഉള്ളൂ. രാവിലെ പുള്ളിയൊക്കെ 7 മണിയാകുമ്പോ വന്ന് തുറന്നു കഴിഞ്ഞാൽ 10 മണി വരെ തുറക്കും. ബസ് 10 മണിക്ക് ഒരു ബസ് ഉണ്ട്. 10 മണിക്ക് 10:20 ഒരു ബസ് ഉണ്ട് രാവിലെ. ആ ബസ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടച്ചു. പിന്നെ വൈകുന്നേരം 4 മണിയാവും. അതെ. ഉൾപ്രദേശങ്ങളിലൊക്കെ ഏകദേശം തന്നെയാണ്. ഇതൊരു റോഡ് പോലെയാണുള്ളത് മുകളിലേക്ക്. അത് അവിടെ ഒരു കോഴി ഫാമിന്റെ ഒരു സംഭവമാണ്. ഫാം ഉണ്ടോ? ഫാം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് വണ്ടിയൊക്കെ വരുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. മുമ്പൊരിക്കൊരു പുല്ലരിക്കാൻ പോയല്ലേ? പുല്ലരിയാൻ പോയൊരു പയ്യനെ കടുവ പിടിച്ച് ഒരു കേസ് നമ്മൾ ന്യൂസിലൊക്കെ തിന്നുപോയി. ഫുള്ളായിട്ട് ഭക്ഷിച്ചില്ലേ? അത് എവിടെ വെച്ചാ സംഭവിച്ചത്? ഈ തൊട്ട് താഴെ വെച്ചാണ് അത്ര സംഭവിച്ചത്. ഇവിടെ തൊട്ട് പരിസരത്ത് വെച്ച് തന്നെയാണ് സംഭവിച്ചത്. പശുവിന് പുല്ലരിയാൻ പോയതായിരിക്കും. പശുവിന് പുല്ലരിയാൻ പോയ സമയത്ത് കടുവ പെട്ടെന്ന് ചാടി പിടിച്ചു. പിന്നെ ഫുള്ളായിട്ട് ഭക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ടും കൃഷി തന്നെയാണല്ലോ. കൃഷിയാണ്. പിന്നെ പശു വളർത്തല്, അങ്ങനെയുള്ള ഒരു ഉപജീവന മാർഗ്ഗങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പാൽ ക്യാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കർഷകരൊക്കെ വന്നിട്ട് പാലൊക്കെ കൊടുക്കണം. അപ്പോൾ പാല് കളക്ട് ചെയ്യാൻ വണ്ടി ഇവിടെ വരുമായിരിക്കും അല്ലേ? കളക്ട് ചെയ്യാൻ വണ്ടി ഇവിടെ വരുമായിരിക്കും. പിന്നെ വീടുകളൊക്കെ ഒരുപാട് വിട്ടുവിട്ടാണുള്ളത്. പിന്നെ കുറെ കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണാം. അടുത്തടുത്ത് വീടുകളില്ല തോന്നുന്നു. അടുത്തടുത്ത് വീടുകളില്ല. ഇവിടെ മൊബൈൽ റേഞ്ച് പോലും ഇല്ല. മൊബൈൽ റേഞ്ച് ഇല്ല. മൊബൈൽ റേഞ്ച് ഒന്നുമില്ല. ഇവിടെ നമ്മളിപ്പോ മൊബൈല് എന്തെങ്കിലും നമ്മള് നെറ്റ് നോക്കണം, നെറ്റ് കാണണമെങ്കിൽ ഇവിടെ വരണം. അത് ശരി. അത് ഏത് നെറ്റ്വർക്കാ കിട്ടുക? ഒന്നും കിട്ടൂല. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. അങ്ങനത്തെ സ്ഥലം അല്ലേ? ശരി. ഇവിടെ ഒരു ചെറിയ ബസ് വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട് കണ്ടില്ലേ, ഇരിക്കാൻ യാത്രയൊക്കെ. പക്ഷെ ഈ സമയത്ത് പോലും ഇവിടെ വന്നിരിക്കാൻ പേടിയാവുമല്ലോ, ആരും ഇല്ലാണ്ടിരിക്കുമ്പോ അല്ലേ? നമ്മൾക്കും ഇതൊരു ശീലമായവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ഒരു റോഡ് അങ്ങോട്ട് താഴേക്ക് പോകുന്നുണ്ട്. നമുക്ക് അവിടെ ഉണ്ണിച്ചേട്ടൻ്റെ വീട് ഈ വഴിക്കാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡ് അവസാനിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുൽപ്പള്ളി ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഫോറസ്റ്റായിട്ട് കണക്റ്റ് ആണ് ഒരു ഭാഗമാണ്. ഓക്കെ, ഉണ്ടോ? ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും ഇവിടെ കാണാനായിട്ടൊന്നുമില്ല. ഒരു നാട്, കൂടല്ലൂർ എന്ന പേരിൽ വയനാട്ടിലുള്ള ഒരു നാട്, അത്രയേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടത്. എന്താ നീ പറഞ്ഞ ചെക്കനാണ് കടുവ പിടിച്ചത്? ഇതാണല്ലേ? ഇതാണ് അവനെ തിന്ന് ഈ ചെക്കനാണ്. നമ്മൾ തീരാ ദുഃഖമായിട്ട് ഈ നാട്ടില് അല്ലേ? എത്ര വയസ്സുണ്ടാവും പുള്ളിക്ക്? കല്യാണം ഒന്നും കഴിച്ചില്ല. ഒരു 10-21 വയസ്സുണ്ടാവുള്ളൂ. അത്രേ ഉള്ളേ? കാണണ്ട. എന്തല്ലേ? എത്ര വർഷമായി ഇപ്പോൾ അത് നടന്നിട്ട്? ഒരു 3 വർഷത്തോളമായി. 3 വർഷമായിട്ടുള്ളൂ അല്ലേ?
അതിന്റെ ശേഷം പിന്നെ അങ്ങനെ അറ്റാക്ക് വല്ലതും ഉണ്ടായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഇവിടെ അങ്ങനെ ഒന്നും പിന്നെ സംഭവിച്ചില്ല. കടുവനെ എന്ത് ചെയ്തു? പിടിച്ചോ? പിടിച്ച് കൂട് വെച്ച് പിടിച്ചില്ലേ. അതിനെ അവിടുന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുപോയി. തൃശ്ശൂർ മൃഗശാലയിൽ കൊണ്ടുപോയി. പ്രജിത്ത് എന്ന് പറഞ്ഞ 21 വയസ്സായ ചെറുപ്പക്കാരനാണ് കടുവ പിടിച്ചത്. അപ്പം ഈ നാടിന്റെ ഒരു തീരാ ദുഃഖം എല്ലാവർക്കും. ഈ ഉണ്ണിച്ചേട്ടന്റെ ഫോണിൽ ഇപ്പോഴും പിന്നെ പ്രജിത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കടുവ ഭക്ഷിച്ചാൽ കിടക്കുന്ന ഒരു സീനും അതിലുണ്ട്. അതായത് ശരീരത്തിന്റെ പകുതി ഭാഗം ഭക്ഷിച്ച നിലയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോൾ ഇവിടെ എല്ലാവരുടെ മൊബൈലിലും ഉണ്ട്. അവരത് ആരും മറന്നിട്ടില്ല. 3 വർഷം കഴിഞ്ഞു, പക്ഷെ ഇന്നും ആരും മറന്നിട്ടില്ല. ഒരു തീരാ നൊമ്പരമായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് പറയുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. കാരണം ചെറുപ്പക്കാരനായിരുന്നു, കല്യാണം പോലും കഴിക്കാത്തൊരു പയ്യനായിരുന്നു അന്ന് കടുവന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവൻ്റെ ഏട്ടൻ ഒരാളുണ്ട്, പക്ഷെ അങ്ങനല്ല, എന്താ പറയാ, പോയത് പോയി. അതിന്റെ ഒരു സങ്കടം നമുക്ക് മനസ്സിന്ന് പോവില്ല. അതെ, പോവില്ല. അങ്ങനെയാണ് മൊബൈലിൽ തന്നെ നമ്മളെപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാനെ. കളയാൻ ഫോട്ടോ എപ്പോഴും മൊബൈലിൽ കാണുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല, ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ അത് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സ് പൊട്ടി പോവാണ്. എന്താ, അതായത് അത്രയും ജനങ്ങളെ നമുക്ക് സംഭവിച്ച പോലെ തന്നെയാണല്ലോ സംഭവിച്ചത്. നമുക്ക് പറ്റിയ പോലെ തന്നെയാണ് നമ്മളെ കൂട്ടുകാരനും പറ്റിയത്. അതിന് പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. അച്ഛനില്ല, അവന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. വേറെ കൂടെ സഹോദരി ഏട്ടനുണ്ട്. ഇവിടെ വന്ന് കണ്ടതിന്റെ ഉണ്ണി എന്ന് പറഞ്ഞ ആള് മൂപ്പര് പ്രജിത്ത് എന്ന് പറഞ്ഞ ഇവിടെ കടുവന്റെ അറ്റാക്കിൽ മരണപ്പെട്ടിരുന്നല്ലോ. മൂപ്പര് അടുത്ത സുഹൃത്തിൻ്റെ അടുത്താണ് നമ്മളിത് ചോദിച്ചത്. അപ്പോൾ മൂപ്പർക്ക് അത് സഹിക്കാൻ പറ്റില്ല, അത് വിങ്ങി പൊട്ടിപ്പോയി. കാരണം അവരുടെ ഫോട്ടോ വരെ എപ്പോഴും മൊബൈലിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. 3 വർഷം കഴിഞ്ഞു എന്നിരുന്നാൽ പോലും അവർക്ക് ആ കാര്യം ഓർമ്മിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. ഞാൻ ചോദിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഏതായാലും കുഴപ്പമില്ല, ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് നമ്മളത് ഒന്നിങ്ങനെ അറിയാൻ പറ്റി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കൂടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തീരാത്ത നൊമ്പരമാണ് പ്രജിത്തിൻ്റെ മരണം. ഞാൻ അവിടെ നിന്ന് മടങ്ങി വന്നു. തിരിച്ച് ബത്തേരിക്ക് തന്നെ പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ തന്നെയാണ്. ഞാൻ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരെ ചെന്നിട്ട് ഈ കടുവ പിടിച്ച കേസ് ചെന്ന് ചോദിച്ചത് ഈ കടുവ പിടിച്ച ആളുടെ ഒറ്റ സുഹൃത്തിൻ്റെ അടുത്താണ് പോയി ചോദിച്ചത്. ഉണ്ണി ആകെ കരച്ചിലും ഇതൊക്കെ ആയി. ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് ആലോചിച്ചിട്ട്. പിന്നെ ആ മൊബൈലിൽ ആ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കും കൂടെ ചെയ്തപ്പോൾ അതിലെ കടുവ കടിച്ച് തിന്നതിൻ്റെ ബാക്കി ഭാഗം കിടന്ന ഫോട്ടോയും പിന്നെ ആ ചെറുപ്പക്കാരൻ നിൽക്കുന്ന ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ആ പുള്ളി എന്തൊക്കെ ആലോചിച്ചെന്നറിയില്ല, ഭയങ്കരമായി പോയി. പക്ഷേ എനിക്ക് തന്നെ എന്തോ മതി. ഇപ്പം ഞാൻ ഇവിടെ എന്ന് വെച്ചിട്ട് ഗ്രാമം, ഇതിൻ്റെ അടുത്തെന്തോ വേറെന്തൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഗ്രാമമൊക്കെ ഉണ്ട് കുറച്ച്. ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ മൂഡ് പോയി. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. നമുക്കിവിടെ വേറെ ഒരു ഗ്രാമത്തിൻ്റെ തനതായ ശൈലിയിൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല. ഇവിടെ ഒരുപാട് കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് ഉള്ളത്, കൃഷി സ്ഥലങ്ങൾ, പിന്നെ വീടുകളൊക്കെ ഇതിൻ്റെ അകത്തൂടെ വിട്ടാണുള്ളത്. അല്ലാതെ ഒരു അങ്ങാടി തോന്നിയിട്ടില്ല, നമുക്ക് ആ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. പേര് മാത്രം നമ്മൾ കൂടല്ലൂർ എന്നുള്ളൊരു പേരെ കാണുമ്പോൾ ഒരു പോപ്പുലർ പേര് പോലെ നമുക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഗ്രാമം കാണാൻ വന്നത്. അപ്പോൾ വീഡിയോ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.